400 എയർക്രാഫ്റ്റ് ഗേറ്റുകളുമായ ഒരു എയർപോർട്ട്, ലോകം കാത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് വരാൻ പോകുന്നത് ദുബായിലാണ്. ദുബായിലെ മക്തൂം എയർപോർട്ടിനെ 12,800 കോടി ദിർഹം ചെലവഴിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാക്കി വികസിപ്പിക്കാൻ ദുബായ് ഭരണാധികാരികൾ അപ്രൂവൽ നൽകിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഡിസൈനിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. 5 സമാന്തര റൺവേകളുണ്ടാവും. നിലവിലുള്ള ദുബായ് എയർപോർട്ടുകളുടെ 5 ഇരട്ടിയായിരിക്കും ഈ പുതിയ മക്തൂം എയർപോർട്ടിൻ്റെ വികസിത രൂപം. ഒരു 10 വർഷത്തിനകം പ്രാബല്യത്തിൽ വരുമ്പോൾ എന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മാത്രമല്ല, ഒരു മാസം 20-22 മില്യൺ യാത്രക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനമാണെന്ന് വെച്ചാൽ ഒരു വർഷം 260 മില്യൺ യാത്രക്കാർക്ക് പോയി വരാൻ പറ്റുന്ന സംവിധാനത്തോടു കൂടിയാണ് ഈ പുതിയ ദുബായ് എയർപോർട്ട് വരാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ കാര്യം, ഇതിനെ ചുറ്റിപ്പറ്റി കൂടുതൽ ആളുകൾ ദുബായ് ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയും സ്ഥിര താമസമാക്കുകയും അതിനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കണം. അത്രയും വലിയ ഡിമാൻഡ് വരുന്നത് കൊണ്ടാണ്. കുറഞ്ഞത് 1 മില്യൺ ആളുകൾ ദുബായിൽ സ്ഥിരമായി താമസിക്കാൻ വേണ്ടി വീണ്ടും വരുന്ന ഡിമാൻഡിലെത്തിയിരിക്കുന്നു എന്നാണ് ഉന്നത വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ സൗകര്യം തന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ മതിയാവാതെ വരും. അപ്പോൾ ദുബായ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രൊഫഷണലായ ആൾക്കാർ, സ്കില്ലുള്ള ആളുകൾ കൂടുതൽ തൊഴിൽ മെച്ചപ്പെടുത്താനും ജീവിക്കാനും റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കാനും വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. നമ്മളും പിന്നോട്ട് പോകരുതെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, ദുബായ് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാനോ ഇവിടെ വന്ന് കച്ചവടം നടത്താനോ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സജീവമായി മുന്നോട്ട് വരാൻ വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ദുബായ് വരാൻ പോകുന്നു എന്നുള്ള കാര്യം ഇത്രയും പ്രാധാന്യത്തിൽ അറിയിക്കുന്നത്. മെയ് 2-ാം തീയതി വ്യാഴാഴ്ച ശക്തമായ വിധത്തിൽ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. പെയ്തില്ലെങ്കിൽ ഞങ്ങളെ പറയേണ്ടതില്ല, പെയ്യാതിരിക്കാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇത്തവണ ചെങ്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദമാണ് UAE മഴയ്ക്ക് കാരണമാകാൻ പോകുന്നതെന്ന് പറയുന്നു. ശക്തമായ ഇടിമിന്നലുണ്ടായേക്കാം, ആലിപ്പഴ വർഷവും ഉണ്ടായേക്കും, നല്ല കാറ്റും വീശും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി മുതൽ തന്നെ ഇതിൻ്റെ ആരംഭമുണ്ടാകുമെന്നും വ്യാഴാഴ്ച രാത്രിയോടെ മാത്രമേ ഈ കാലാവസ്ഥാ സാഹചര്യം മാറുകയുള്ളൂ എന്നുമാണ് നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ കണ്ട പോലെ ഒരു സൂപ്പർ സ്റ്റോം എന്ന രൂപത്തിലുള്ള അതികഠിനമായ മഴയായിരിക്കില്ല എന്നാണ് തോന്നുന്നത് എന്ന കാര്യവും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പ്രത്യേകിച്ച് ഈസ്റ്റേൺ പ്രദേശങ്ങളിൽ, നമ്മുടെ കിഴക്കൻ ഭാഗത്ത്, അതുപോലെ വെസ്റ്റിൽ, അതുപോലെ കോസ്റ്റൽ ഏരിയ, ഇങ്ങനെ 2-3 പ്രദേശങ്ങളിലായിട്ട് ചെറുതും, അതായത് ചാറ്റൽ മഴയും മിതമായ തോതിലുള്ള മഴയും പെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വേണ്ടപ്പെട്ടവർ ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച രാത്രി വരെ പ്രത്യേക ജാഗ്രത പാലിക്കാൻ നേരത്തെ കൂട്ടി പറയുകയാണ്. ദുബായിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യാചകരെയും ഈ തെരുവ് കച്ചവടക്കാരെയും ഒക്കെ, അനധികൃതമായി കഴിയുന്നവരെയും ഒക്കെ ഒന്ന് പരിശോധന നടത്തി പിടിച്ചപ്പോൾ ഏതാണ്ട് 1000-ഓളം പേർ ആ കൂട്ടത്തിൽ പിടിയിലായപ്പോൾ 400-ഓളം യാചകരുണ്ടതിൽ. അത് 2 വനിതകളുടെ കയ്യിൽ നിന്നും മാത്രം അവരുടെ 2-3 ദിവസത്തെ സമ്പാദ്യമായിട്ട് 90,000 ദിർഹംസാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് 90%-ലധികവും യാചക വേഷത്തിൽ ഇവിടെ നിൽക്കുന്നവർ ഒരു പ്രൊഫഷനായിട്ടാണ്, ഒരു ജീവിത മാർഗമായിട്ടാണ് ഈ യാചനയെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ദുബായ് പോലീസ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു സിമ്പതിയും ഇവരോട് കാണിക്കരുത്. ഇവർ കുട്ടികളെപ്പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരുവുകളിൽ, റെസിഡൻഷ്യൽ കോംപ്ലക്സിന് മുന്നിൽ, പള്ളികൾക്ക് മുന്നിൽ, ചർച്ചുകൾക്ക് മുന്നിൽ ഒക്കെ വന്നിരുന്ന് അവരുടെ യാചകവൃത്തി ചെയ്യും. ആരും കാശൊന്നും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത് എന്നുകൂടി ദുബായ് പോലീസ് പറയുകയാണ്. ആഫ്രിക്കയിൽ നിന്ന് ദുബായ് എയർപോർട്ട് വഴി വന്ന ഒരു വനിത, അവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കസ്റ്റംസിന് സംശയം തോന്നി. അവരുടെ നടപ്പും, മൊത്തത്തിലുള്ള നടപ്പിൻ്റെ കാര്യം, അവരുടെ ലഗേജ് അതിൻ്റെ സൈസ് കറക്റ്റ് ഇല്ലാത്തത്, വളരെ സംശയാസ്പദമായ രൂപത്തിൽ ലഗേജ് കാണപ്പെട്ടത്. അങ്ങനെ ഒന്ന് പരിശോധിക്കാമെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നോക്കിയപ്പോൾ ആ ലഗേജിലുള്ള ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകൾ, അതിൽ കാർ എൻജിൻ ഫിൽറ്ററുണ്ട്. അതിൻ്റെ ഇടയിലാണ് 4.25 കിലോഗ്രാം മയക്കുമരുന്ന് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് ദുബായിൽ കൊണ്ടിറങ്ങാൻ വേണ്ടി. പിടികൂടി പോലീസിന് കൈമാറി ബാക്കി നടപടികളിലേക്ക് പോകുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമായിട്ട് മാറുന്ന ആഫ്രിക്കൻ വനിതയ്ക്ക് മാത്രമല്ല,
നമ്മൾ തന്നെയും നാട്ടിൽ നിന്ന് വരുമ്പോൾ വേണ്ടപ്പെട്ടവരാവട്ടെ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ട് തന്നിട്ട് ബന്ധുവിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും പറയുന്ന വിഷയമാണ്. പല ആളുകളും പെട്ടുപോയിട്ടുള്ള വിഷയമാണ്. ഓരോ സാധനം കൊണ്ട് തന്നാൽ അഴിച്ചു പറക്കി അത് കൃത്യമായിട്ട് നോക്കാതെ എടുക്കരുത്. പിന്നെ പറയുന്ന സാധനം ഈ ഹോർലിക്സിൻ്റെ രൂപത്തിലൊക്കെയാണ് പല ആളുകളും പറയുന്നത്, ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇവിടെ കിട്ടുമെന്ന് പറയുക. അച്ചാറിൻ്റെ കാര്യം പരിചയമില്ലാത്തവരുടെ ഭാഗത്തുനിന്ന് വാങ്ങരുത്, അതൊക്കെ ഇവിടെ എപ്പോഴും സുലഭമായി കിട്ടുന്ന കാര്യമാണെന്ന് പറയുക. അങ്ങനെയൊക്കെ ഒഴിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോകും എന്ന കാര്യം കൂടി ദുബായ് വാർത്ത ഈ ഏപ്രിൽ 28 ഓർമ്മിപ്പിക്കട്ടെ. ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.